ശ്രീ കൃഷ്ണദാസ് നോക്കൂ, ഈ ഷാഹി ഈദ്ഗാഹ് നിന്നിരുന്നിടത്തൊരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന വാദത്തെ താൽക്കാലികമായെങ്കിലും റദ്ദ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഈ അയോധ്യയ്ക്കൊപ്പം തന്നെ ഉയർന്നു കേട്ടതാണ് കാശിയും മഥുരയും ഒക്കെ. സംഘപരിവാറിന്റെ ഒരു അജണ്ട തന്നെയാണ് അത് എല്ലാ കാലത്തും. അപ്പോൾ അതിന്റെ തുടർച്ചയായി ഇപ്പോൾ ഷാഹി ഈദ്ഗാഹിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ കോടതി വിധി ആദ്യം സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന വാദത്തെ താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനത്തെ ഒരു വിഷയത്തിലല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് കമ്മീഷനെ വച്ചിരിക്കുന്ന വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്തത്. സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കോടതി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോടതി നടപടികളുടെ ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ആ കമ്മീഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ആ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളിൽ ചില പോരായ്മകളുണ്ട്. അത് നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ ചില വിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ചില അപാകതകളുണ്ട്, അല്ലെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും. താൽക്കാലികമായി അത് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞാൽ അതൊന്നും നീട്ടിവെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായി ഇന്നത്തെ സ്റ്റേ ഓർഡറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ കേസ് അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു ഫൈനൽ വിധി വരികയോ ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് അയക്കുകയും അതിലൊരു താൽക്കാലികമായി ഇപ്പോൾ പോകേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതിലുണ്ടായിട്ടുള്ളത്. പിന്നെ ശ്രീ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചത് ഇതില് അദ്ദേഹത്തിന് എന്തോ ഒരു അസൗകര്യമോ അസ്വസ്ഥതയോ ഒക്കെ ഉള്ളത് പോലെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുടെ കാര്യത്തിൽ. അദ്ദേഹം എന്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് എന്തോ അസ്വസ്ഥതയുണ്ട് ഈ കാര്യങ്ങളിൽ എന്നുള്ളതാണ്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അസ്വസ്ഥതയാണോ, അദ്ദേഹത്തിന്റെ സ്വയം അദ്ദേഹത്തിനുള്ള അസ്വസ്ഥതയാണോ എന്നുള്ളത് ശ്രീ കൃഷ്ണദാസ് നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നോ, പള്ളിയാണോ, അത്തരം മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ലായിരിക്കാം. പക്ഷെ അതിന്റെ ആദ്യ ശ്രമം എന്ന നിലയിലാണല്ലോ ഇത്തരം ഹർജികളൊക്കെ വരുന്നത്. ഈ സർവേ എന്നുള്ളത് അതിന്റെ ഏറ്റവും ആദ്യത്തെ നടപടിയുമാണ്. പക്ഷേ ഇന്നത്തെ ഈ വിധി മാത്രമല്ല, ഒരാഴ്ചയ്ക്ക് മുൻപാണല്ലോ ആ പള്ളി പൊളിച്ചു കളയണമെന്ന ഹർജിയിൽ, അത് പൊതു താല്പര്യ ഹർജിയായിരുന്നു, അതിൽ കോടതി ഉന്നയിച്ച വാദങ്ങൾ മേലാൽ ഇത്തരം ഹർജികളുമായി വരരുത് എന്ന തരത്തിൽ എന്ന നിലയിലേക്കൊക്കെ സുപ്രീം കോടതിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ തുടർച്ചയാണിതെല്ലാം. അങ്ങനെ ആ നിലയിൽ കാണേണ്ടതില്ലേ അതിനെ കാണേണ്ടതില്ല ആഷിത. ഏതെങ്കിലും നക്ഷത്ര താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരാൾ ഒരു ഹർജിയുമായി കോടതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും കോടതികൾ അതിന്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് അതൊരു സിവിൽ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നിയമപരമായി നിലനിൽക്കില്ല. അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് ഒരു സതുദ്ദേശത്തെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ആളുകളുടെ ശ്രമത്തിന്റെ ഫലമാണ് അത്തരത്തിലുള്ള ഹർജികൾ. അതൊക്കെ നിയമപരമായി ഏതെങ്കിലും തരത്തിൽ തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ സംബന്ധിക്കുന്ന ഒരു സിവിൽ ഡിസ്പ്യൂട്ട് അവസാനിക്കുകയോ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾക്കോ ഒരു വ്യത്യാസവും അതിലുണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ പിന്നെയും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ആളുകൾ ഈ തരത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ബാബർ പണിത പള്ളി അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ വിവരമുണ്ട്. കൃഷ്ണന്റെ ജന്മസ്ഥലത്തെ സംബന്ധിച്ചോ രാമന്റെ ജന്മസ്ഥലത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിവരമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളോ കാര്യങ്ങളോ ഇല്ല. അങ്ങനെ ആ രണ്ടും കൂടി യോജിച്ചു പോവുക. ഔറംഗസീബിന്റെയും ഒക്കെ കാലത്തെ കുറിച്ച് നമ്മളുടെ അടുത്ത് ചരിത്ര രേഖകളുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അതൊക്കെ ഏത് ചരിത്രം? കൃഷ്ണനും രാമനും അതൊക്കെ മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ള ചർച്ചകൾ തുടരുന്ന കാലത്ത് ചരിത്ര രേഖകളെ മുൻനിർത്തിയുള്ള തർക്കങ്ങളിലേക്കും ചർച്ചകളിലേക്കും കടക്കേണ്ട സാഹചര്യം അതെങ്ങനെയാണ് കൃഷ്ണദാസ് ഉണ്ടാകുക? അല്ല, ഒരു ചരിത്രരേഖയുമില്ല. ഒരു ചരിത്രരേഖയും ആ കാര്യത്തിലല്ല. എന്ത് ചരിത്രരേഖയുണ്ട്? ചരിത്രരേഖ ശ്രീ കെ മുഹമ്മദ് തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. കെ മുഹമ്മദ് മാത്രമല്ലല്ലോ ഈ രാജ്യത്തെ ചരിത്രകാരൻ. അങ്ങനെയാണെങ്കിൽ ഔറംഗസീബാണ് ഈ ശ്രീ കൃഷ്ണദാസ് നോക്കൂ, ഇപ്പോൾ താങ്കൾ ഔറംഗസീബിനെയും അങ്ങനെയുള്ള എല്ലാ ആളുകളെയും മുഗൾ രാജവംശത്തെയും ഒക്കെ തള്ളുകയാണെങ്കിൽ ഔറംഗസീബ് ഈ പള്ളി നിർമ്മിച്ചു, ക്ഷേത്രം തകർത്ത് എന്നുള്ള വാദവും നിലനിൽക്കില്ലല്ലോ. അപ്പോൾ ഔറംഗസീബിനെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരില്ലേ? അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇർഫാൻ ഹബീബിനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ചരിത്രം സ്വീകരിക്കണം എന്നുള്ളതാണോ? അങ്ങനെയല്ലല്ലോ കോടതി സ്വീകരിച്ചത്. കോടതി സ്വീകരിച്ചത് മറ്റൊരു ചരിത്രമാണ്. അത് യാഥാർത്ഥ്യങ്ങളുടെ ചരിത്രമാണ്. അത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. നിങ്ങൾക്കോ എനിക്കോ തോന്നുന്ന തരത്തിലുള്ളതല്ലല്ലോ ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം നിർമ്മിക്കപ്പെടുന്നതിന് അടിസ്ഥാനത്തിലല്ലോ ചരിത്രം ഉണ്ടാകുന്നത്. ചരിത്രത്തിന് വേറൊരു വശം കൂടിയുണ്ട്. അതുകൊണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ ഒരു വശത്തെ ചരിത്രം കാണുകയും മറ്റുള്ളതൊക്കെ മിത്താണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ തിരുത്തേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. ആരോ എന്തോ കേസുകൾ നടത്തും. അങ്ങനെയല്ല.
എത്രയോ പതിറ്റാണ്ടുകളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നടക്കുന്നു. അതിൽ കോടതി എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വിഭാഗത്തെ സഹായിക്കുന്ന നടപടി അല്ലല്ലോ സ്വീകരിച്ചത്. കോടതി അതിലൊരു ബയോമീഡിയ സെറ്റിൽമെന്റ് കണ്ടെത്തുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിനൊരു ഫൈനാലിറ്റി ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ കൃത്യമായ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിജസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള നടപടികളിലേക്കാണ് പോയത്. അല്ലാതെ ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ജഡ്ജ്മെന്റ് വിധി എഴുതുന്ന സമയത്ത് ആ വിധിയിൽ ഇങ്ങനെയെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതെല്ലാം ശരിയാണ് എന്നുള്ള തരത്തിൽ നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണോ? വിധി വന്ന് അതിന്റെ ഫൈനാലിറ്റി വന്നു കഴിഞ്ഞാൽ അത് സെറ്റിൽമെന്റ് ആണെങ്കിലും അത് വിധിയാണെങ്കിലും ഏതാണെങ്കിലും അതാണ് അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെ ക്ഷേത്രം പണിയാനുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ അവിടെ പള്ളി പണിയാൻ വേണ്ടി പ്രത്യേകമായുള്ള സ്ഥലം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഇവിടെ മതസൗഹാർദ്ദത നിലനിർത്തിക്കൊണ്ട് കൃത്യമായി ഒരു സാമൂഹിക ഐക്യത്തോടുകൂടി സാമുദായിക ഐക്യത്തോടുകൂടി ഒരു തർക്കവുമില്ലാതെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൽ കുഞ്ഞിക്കണ്ണന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോ തൽക്കാലത്തേക്ക് ചെയ്യാൻ വേണ്ടി കഴിയൂ. അതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അതൊരു അസൂയയുടെ ഭാഗമാണ്. ഒരു സമൂഹത്തിൽ തർക്കമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് അതിൽ കാണുന്ന ഒരു അസൂയാണ്. അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാകണം എന്നുള്ളതായിരിക്കും ആഗ്രഹം. അത് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല. സമാധാനപരമായി സ്വസ്ഥമായി ആളുകളെ സമാധാനപരമായി അവരുടെ വിഷയങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കുന്നു. ഇവിടെ ആർക്കും തർക്കമില്ലല്ലോ. കുഞ്ഞിക്കണ്ണനെ ഒഴിച്ച് ആർക്കും തർക്കമില്ല.